അപ്പോൾ ഇതാണ് നമ്മുടെ കൂന്തൽ ഫൈനൽ കേട്ടോ. നമ്മുടെ ബോളിനകത്തേക്ക് മാറ്റി ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല കിടുക്കാച്ചയായിട്ട് നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം അത്യാവശ്യം തിക്ക് ഗ്രേവി ആയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതിനേക്കാളും കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇതേ ഒരു തേങ്ങാക്കൊത്തും ഒരു കൂന്തലും കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കണം കേട്ടോ. എടുത്തിട്ട് ഒരു രക്ഷയില്ല. വേറെ ഏത് ഡിഷിനേക്കാളും നല്ല കിടിലൻ ടേസ്റ്റുള്ള ഒരു സംഭവമാണ് ഈ കൂന്തൽ റോസ്റ്റ് കേട്ടോ. ഇതേപോലെ തേങ്ങാക്കൊത്തും ഈ കൂന്തലും ഗ്രേവിയും കൂടെ ഒരുമിച്ച് കഴിക്കുമ്പം അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. അടിപൊളി. കറക്റ്റ് അരമണിക്കൂറാണ് ഇത് കുക്ക് ചെയ്യാവുള്ളൂ. ആ അരമണിക്കൂറിൽ നല്ല കിടിലമായിട്ട് ഇത് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. എല്ലാം കൊണ്ടും നല്ല കിടിലുമാണ്. 100% നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഡിഷ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ മിനിമം ആയിട്ടുള്ള സാധാരണ മുളകൊക്കെയാണ് ചേർത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവറായിട്ടുള്ള മസാലയുടെ ആ കുത്തും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല കിടിലൻ സാധനമാണ്.